ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത്? ബംഗ്ലാദേശിന്റെ അയൺ ലേഡി അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ പുത്രി ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളായ ഷെയ്ഖ് ഹസീന എന്തിന് നാട് വിട്ടോടി? അതാണ് ഇപ്പോഴത്തെ ചോദ്യചിഹ്നം. ഇത് ഇപ്പോഴോ ഇന്നോ ഇന്നലെയോ നടന്ന പ്രശ്നങ്ങളൊന്നുമല്ല. 1971 തൊട്ട് നടന്നു വരുന്ന പ്രശ്നങ്ങളാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം 1972 ബംഗ്ലാദേശ് ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്ത് അവരുടെ സ്ഥാപക നായകനായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. സോ ഭയങ്കര ഒരു ഹീറോയിക് പരിവേഷമായിരുന്നു ആർക്ക്? ഈ ബംഗ്ലാദേശികൾക്കൊക്കെ ഇടയിൽ. നമ്മുടെ അവിടെ നെഹ്റുവിനൊക്കെ പോലെയായിരുന്നു. അപ്പൊ മൂപ്പരുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അവാമി ലീഗ് പാർട്ടി എന്നാണ്. അപ്പൊ അവരെന്ത് ചെയ്തു വെച്ചാൽ 1972 ഈ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തേണ്ട സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി ചില സംവരണവും റിസർവേഷനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ ജോലികളിൽ ഒരു 30% റിസർവേഷൻ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കൊണ്ടുവന്നു. പിന്നെ യുദ്ധം കാരണം കുറെ സ്ത്രീകൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരു 10% റിസർവേഷനും കൊണ്ടുവന്നു. 40% റിസർവേഷൻ ഈ ജില്ലകളിൽ, ചില ജില്ലകൾ ഇന്ത്യയോട് ചേർന്നായിരിക്കും, ചില ജില്ലകൾ പാകിസ്ഥാനോട് ചേർന്നായിരിക്കും. അപ്പൊ അവര് എവിടെയും പോവാതിരിക്കാൻ വേണ്ടി അവർക്ക് ഒരു 40% റിസർവേഷനും കൊണ്ടുവന്നു. അങ്ങനെ 80% റിസർവേഷൻ അപ്പോഴേ പോയി. പിന്നീടുള്ള 20% മാത്രമാണ് ജനറൽ കാറ്റഗറിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഈ മുജീബുർ റഹ്മാനെ ഒരു ഹീറോ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരും അത് അനുസരിച്ചു. പിന്നീട് 1976 ഈ ജില്ലകൾക്കുള്ള സംവരണം 40-ന്ന് 20% ചുരുക്കി. പിന്നീട് 85 ഇവർ വീണ്ടും അതിനൊരു മാറ്റം കൊണ്ടുവന്നു. 1% ഈ ഭിന്നശേഷിക്കാർക്ക് ഈ സംവരണം കൊണ്ടുവന്നു. അതേപോലെ തന്നെ മുമ്പ് സ്ത്രീകൾ ബാധിക്കപ്പെട്ട, യുദ്ധം കാരണം ബാധിക്കപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ സംവരണം ഉണ്ടായിരുന്നുള്ളൂ. അത് എല്ലാ സ്ത്രീകൾക്കും മാറ്റി. പിന്നീട് 1997 വീണ്ടും അതിന് മാറ്റം കൊണ്ടുവന്നു. 1997 അവർ പറഞ്ഞു ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും ഈ സംവരണം ബാധകമാണ്. 2010 ആയ സമയത്ത് മക്കൾക്ക് മാത്രമല്ല പേരമക്കൾക്കും ഈ സംവരണം ബാധകമാണ് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. സോ ഈ സമയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ താൽക്കാലികമായ ഒഴിവിലൊക്കെ ഈ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാരെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ അതും വേണ്ട വെച്ചു. അപ്പൊ എന്തുണ്ടായി വെച്ച് 17 കോടിയോളം ജനങ്ങളുള്ള ബംഗ്ലാദേശിൽ 2% ആൾക്കാർ മാത്രമാണ് ഈ റിസർവേഷൻ അല്ലെങ്കിൽ സംവരണം ഈ ഒരു ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ബാക്കി ആർക്കും ഒരു ബെനിഫിറ്റ്സ് കിട്ടാത്ത ഒരു അവസ്ഥയായി മാറി. അപ്പോ അവിടെയുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടങ്ങി. ആ സമയത്താണ് ഈ അടുത്ത് 2024 സുപ്രീം കോടതിയുടെ ഒരു വിധി വരുന്നത്. 7% മാത്രമാണ് എല്ലാ സംവരണവും കൊണ്ടുവരാൻ പാടുള്ളൂ. ബാക്കി 93% ജനറൽ കാറ്റഗറിയിൽ, അതായത് സാധാരണ എങ്ങനെയാണോ ജോലിക്കൊക്കെ ആളെ എടുക്കുക അതേപോലെ എടുക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ട്. അപ്പൊ ഈ അവാമി ലീഗ്, അതായത് നമ്മുടെ ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരായിരുന്നു. കാരണം അവർക്ക് ഇനിയും ഭരണത്തിൽ വരണമെങ്കിൽ ഇങ്ങനെയൊന്നും വരരുത്. കാരണം അവാമി ലീഗിലുള്ള ആൾക്കാർക്ക് കൂടുതൽ റിസർവേഷൻ കിട്ടണം എന്നായി. അപ്പോഴാണ് ഈ വിദ്യാർത്ഥികളും ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വരുന്നത്. സോ ഷെയ്ഖ് ഹസീനയും ഇന്ത്യയായിട്ട് വളരെ നല്ലൊരു ബന്ധമാണ് ഉള്ളത്. ഇടയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പാളിപ്പോയെങ്കിലും ഇപ്പോഴും നല്ലൊരു ബന്ധമുള്ളത്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന ഇപ്പൊ ഡൽഹിയിൽ വന്നിരിക്കുന്നത്. ഇനി UK പോകുന്നതാണ് പറയുന്നത്. ഇതാണ് ബേസിക് ആയിട്ട് നടന്ന കാര്യങ്ങൾ നമ്മുടെ ബംഗ്ലാദേശിൽ നടന്നത്. അതാണ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറയുന്നത്. ഇതാണ് സംഭവം.